സ്റ്റുഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫേംസ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഒരുപാട് ഇൻഡസ്ട്രീസും അതുപോലെ വ്യവസായങ്ങളും ബിസിനസ്സുകളൊക്കെ വേണം. നമ്മളിപ്പോൾ ഈ കുറേ ഇതിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം നല്ല രീതിയിൽ ഇവിടെ വന്ന് വിജയിച്ച് പ്രോഫിറ്റ് കൊയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സമൂഹത്തിനോട് ഒരു കടപ്പാടുണ്ട്, ബാധ്യത ഉണ്ട്. അവർക്ക് ഏതൊക്കെ ഏരിയയിലാണ് ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 6 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ തന്നെ എക്സ്പ്ലനേഷനൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും 6 ഹെഡിങ്ങിലൂടെയാണ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ആരോടാണ് അറിയോ? ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓർ സ്റ്റോക്ക് ഹോൾഡേഴ്സ്. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. ആ ഒരു കണ്ണിലൂടെ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഉത്തരവാദിത്തം എവിടെയാണ്? നമ്മുടെ സ്റ്റോക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഷെയർ വാങ്ങിയ ആളുകളുണ്ടാവും, കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ്, അത് ഓണേഴ്സ് ആണല്ലോ. അപ്പോൾ അവരോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? അവർക്ക് കൃത്യമായിട്ട് ആഡക്വേറ്റ് ആയിട്ടുള്ള ലെവലിൽ നല്ല റിട്ടേൺ കൊടുക്കുക. കാരണം അവരുടെ പൈസയിലൂടെയല്ലേ നമ്മൾ ബിസിനസ് കെട്ടിപ്പടുത്തിരിക്കുന്നത്. പണമില്ലാതെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിനെ വളർത്തിയെടുത്തുകൊണ്ട് അതിലൂടെ റിട്ടേൺ സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ച്, വർക്കിങ്ങിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് കൊടുക്കുക. നമ്മളെപ്പോഴും ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കാനുള്ള ആളുകളായി മാറുക. ആൻഡ് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂട്ടാനും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് നമ്മുടെ കമ്പനിയുടെ വളർച്ച, ബിസിനസ്സിൻ്റെ വളർച്ചയും പുതിയ ഇന്നോവേഷനും ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നമുക്ക് ആരോടുണ്ട്? കമ്പനിയുടെ ഓണേഴ്സിനോട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സിനോട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോടുള്ള ഉത്തരവാദിത്വം എന്താണ്? അപ്പോൾ അതൊക്കെ ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം, ആദ്യം അതിൻ്റെ ഓണേഴ്സിനോടുള്ള കടപ്പാട്, രണ്ടാമത് അവിടെ ജോലി ചെയ്യുന്ന ജോലിക്കാരോട്, അവരോട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റുക? അവർക്ക് നല്ല നല്ല ജോബുകൾ പ്രൊവൈഡ് ചെയ്യുക, ആ ജോബിന് അനുസൃതമായിട്ടുള്ള വേജുകൾ കൊടുക്കുക, നല്ല ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള വെൽഫെയർ മെഷേഴ്സ്, അതായത് ക്യാൻറ്റീനും ട്രാൻസ്പോർട്ടും മെഡിക്കൽ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ, കുട്ടികളുള്ളവർക്ക് എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ ഫെസിലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് കൊടുക്കുക. കൃത്യമായിട്ട് അവർ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുക, അതായത് പ്രൊമോഷനും അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുക്കുക. ഇതാണ് നമുക്ക് എംപ്ലോയീസിനോട് നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഉത്തരവാദിത്തം അടുത്തുള്ളത് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ, അതായത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്. അവരോടൊരു ബിസിനസ്സിന് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സിനോട് എപ്പോഴും സത്യസന്ധമായിട്ടും നല്ല രീതിയിലും അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ്, അതേപോലെ നമ്മുടെ കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ നേടിക്കൊടുക്കുക, സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. സപ്ലൈ ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസസ്, എല്ലാ കൺസ്യൂമേഴ്സിനും മിതമായ വിലയിൽ നല്ല ക്വാളിറ്റിയോടുള്ള ഗുഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഗിവ് ഓൺലി ട്രൂ ആൻഡ് ഫെയർ ഇൻഫർമേഷൻ ത്രൂ അഡ്വർടൈസിങ്, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ സത്യസന്ധമായിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് നമ്മുടെ ഗുഡ്സും സർവീസും എല്ലാവരുടെയും അവൈലബിൾ ആവുന്നുണ്ട് എല്ലാവർക്കും എന്നുള്ള ഉറപ്പ് വരുത്തുക. നല്ല രീതിയിൽ കസ്റ്റമറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസുകൾ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഒരിക്കലും മായം കലർത്തുക അല്ലെങ്കിൽ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, അങ്ങനെ കൊള്ള ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാവാതിരിക്കുക, എൻഗേജ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നല്ലൊരു കസ്റ്റമറോട് ഒരു ബിസിനസ്സിന് നിറവേറ്റാനുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടുവേർഡ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് കടം തരുന്ന ആളുകളാണ് ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സ് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന, അല്ലെ, നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആളുകളും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആളുകളോടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ കമ്പനിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളെ അവർക്ക് കൊടുക്കാവുള്ളൂ.
ആർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്നതെല്ലാം റീസണബിൾ പ്രൈസിലായിരിക്കണം. കൃത്യമായിട്ട് കടം കൊടുക്കാനുള്ള ആളുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. അവരൊരു നല്ല രീതിയിൽ ഒരു ഡീലിങ്സ് ഉറപ്പുവരുത്തുക. കറക്റ്റ് ടൈമിൽ തന്നെ ഓർഡറുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. ആൻഡ് ക്രെഡിറ്റേഴ്സിനെയും സപ്ലയേഴ്സിനെയൊക്കെ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഉത്തരവാദിത്തം ഇതിൻ്റെ ഓണേഴ്സിനോട്, 2 വർക്കേഴ്സിനോട്, മൂന്നാമത് കൺസ്യൂമേഴ്സിനോട്, നാലാമത് നമ്മുടെ ക്രെഡിറ്റേഴ്സും സപ്ലയേഴ്സിനോട്, അഞ്ചാമത് ഗവൺമെൻറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെൻറ്റിനോട് എന്താണ്, ഗവൺമെൻറ് പറയുന്ന നിയമം എന്താണോ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് അത് അതേപടി പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കറക്റ്റായിട്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ബിസിനസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് ടാക്സും ഡ്യൂസൊക്കെ സത്യസന്ധമായിട്ട് അടയ്ക്കുക. നല്ല രീതിയിലുള്ള ട്രേഡ് പോളിസികളും പ്രാക്ടീസുകളും ഫോളോ ചെയ്യുക. അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് കൈക്കൂലി പോലുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസിന് കൊടുത്തുകൊണ്ട് അവരുടെ അനാവശ്യമായ ഫേവറുകൾ നമ്മൾ നേടിയെടുക്കുന്നുള്ള ആ ഒരു കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക. ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഗവൺമെൻറ് ടു ഇംപ്ലിമെൻറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ്. സമൂഹത്തിന് ഉതകും നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള ആക്ടിവിറ്റികൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക, ഗവൺമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ഇൻവെസ്റ്റ് സർപ്ലസ് ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് ബോണ്ട്സ്, ഇൻഫ്രാസ്ട്രക്ചറൽ ബോണ്ട്സ് എക്സെട്ര. ഇനി നമ്മുടെ ബിസിനസ്സിൽ നിന്ന് അധിക ലാഭം കിട്ടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിലും അടിസ്ഥാന വികസനത്തിനുള്ള ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് ഗവൺമെൻറ്റിനോട് നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി സമൂഹത്തിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ പരിസ്ഥിതിയോട് നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നല്ലൊരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഒരുപാട് തൊഴിലുകൾ, പരമാവധി തൊഴിലുകൾ അതിന് ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക. അതുവഴി എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് നല്ല സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുക. അതേപോലെ തന്നെ പ്രകൃതിക്ക് ഒരിക്കലും നാശം തട്ടുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആവരുത്. അതിനെ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. പൊല്യൂഷനെ പരമാവധി കുറയ്ക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് പരമാവധി ബാക്ക്വേർഡ് ഏരിയകളിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ബാക്ക്വേർഡ് പിന്നാക്കം നിൽക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ആ ഏരിയ ഡെവലപ്പായി വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ റിസോഴ്സുകളെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ കൺസേർവ് ചെയ്യേണ്ടവയെ കൺസേർവ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി വെൽഫെയർ ഉറപ്പുവരുത്തുക. കൾച്ചറും ആർട്ടിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇക്കോളജിക്കൽ നല്ല സന്തുലിതമായിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ പരിതസ്ഥിതി നമ്മൾ മരങ്ങൾ നട്ട് പിടിപ്പിച്ചുകൊണ്ടും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാച്ചുറൽ റിസോഴ്സിനെ പരമാവധി സേവ് ചെയ്യുക. വൈൽഡ് ലൈഫിനെയൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും 6 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ ഫേമിനുള്ളത് അല്ലെങ്കിൽ ബിസിനസ്സിനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ 6 ഹെഡിങ് എങ്കിലും പഠിച്ചു വയ്ക്കുക. അത് വെച്ച് നിങ്ങൾക്ക് കുറേയൊക്കെ ഊഹിച്ചെഴുതാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഓണേഴ്സിനോട്, എംപ്ലോയീസിനോട്, കൺസ്യൂമേഴ്സിനോട്, ക്രെഡിറ്റേഴ്സിനോടും സപ്ലൈസിനോടും, പിന്നെ വരുന്നത് ഗവൺമെൻറ്റിനോട്, പിന്നെ സമൂഹത്തിനോട്. ഇങ്ങനെ 6 ആളുകളോടാണ് ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ്സിന് പ്രതിബദ്ധത ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ബിസിനസ്സിന്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അനുകൂലിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്നതിനോട് അനുകൂലിക്കുന്ന ഘടകങ്ങൾ. ഒന്ന്, ലോങ് റൺ പ്രോഫിറ്റ്. അതായത് ഒരു ഫേമിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണം ഭാവിയിലേക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സൊസൈറ്റിയെ സെർവ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിയെ സെർവ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഗുണം എന്താ, ആ ബിസിനസ്സിന് ഒരുപാട് നിലനിൽപ്പ് ഉണ്ടാവുകയും ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യുക. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ റിസോഴ്സുകളെല്ലാം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോഷ്യൽ കൾച്ചറൽ നോംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നല്ലൊരു ബോധവൽക്കരണം നടത്താൻ സാധിക്കുക. അതുവഴി നമ്മുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിൽ ഉയർത്താൻ സാധിക്കുന്നുണ്ടാവും. ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കിതിലൂടെ കിട്ടും. ലോങ് ടേമിലായിട്ടുള്ള സ്വന്തം താല്പര്യങ്ങളെ നമുക്ക് ലോങ് ടേമിലേക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്സിനെ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ മോറൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. കാരണം
നമ്മൾ എന്താണോ ഒരാളിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനും അവിടെ സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഇൻപുട്ടായിട്ട് നമ്മൾ പണം അല്ലെങ്കിൽ മെറ്റീരിയൽ, പീപ്പിൾ, ഇൻഫർമേഷൻ ഒക്കെ ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ, സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ അവർക്ക് നല്ല സാധനങ്ങളായും സേവനങ്ങളായും തിരിച്ച് ഔട്ട്പുട്ടായിട്ടും കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ വേണം എന്ന് പറയുന്നതിന് അനുകൂലിച്ച് പറയുന്ന വാദഗതികൾ. അതേസമയം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താ അതിൻ്റെ പ്രത്യേക ഏറ്റവും വലിയൊരു പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ എന്താ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറി മെഷർ സക്സസ് അളക്കുന്നതും പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഗോളിൽ ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ എന്നുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് ബിസിനസ്സിന് ഒരുപാട് ബർഡൻ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരുപാട് അധികാരം അല്ലെങ്കിൽ പവർ ഓൾറെഡി അവർക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സോഷ്യൽ ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും കുറേ കൂടി അവർക്കൊരു ഉത്തരവാദിത്വം അധികാരം ഉണ്ടാവും. അങ്ങനെ വരുമ്പം ആ ഒരു ബിസിനസ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ ഓവർ മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിലൊക്കെ ഡോമിനേറ്റ് ചെയ്യാനുള്ളൊരു പവർ അവിടെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലാക്ക് ഓഫ് സ്കിൽസ് സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിൽ ഡിഫറെൻ്റ് ആണ്. ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം സൊസൈറ്റിയുടെ പ്രോബ്ലം പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഡിഫറെൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൽ സോഷ്യൽ സ്കിൽസിനൊന്നും അത്ര സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ പ്രോബ്ലംസ് എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോ സച്ച് ആസ് ഫാമിലിയോ റിലീജിയസ് ഓർഗനൈസേഷനോ ഗവൺമെൻറ്റോ ഒക്കെ ഇടപെടാവും നല്ലത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി അക്കൗണ്ടബിൾ അല്ലെങ്കിൽ ബിസിനസ്സിന് ആരോടാ കടപ്പാട് ഉണ്ടാവേണ്ടത് അതിൻ്റെ ഓണേഴ്സിനോടാണ്. അതിൻ്റെ അക്കൗണ്ടബിലിറ്റി സോഷ്യൽ ഒബ്ലിഗേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുക അതിൻ്റെ സോഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഇതൊരു അധിക ബാധ്യത കൂടിയാണ് അല്ലെങ്കിൽ ഒരു ടാസ്ക് ആണെന്നുള്ളതാണ് പറയുന്നത്. കാരണം ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി അവനവൻ്റെ തോളിലേക്ക് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമതേനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ തെഫ്റ്റ് ഓഫ് ദ ഓണേഴ്സ് പ്രോപ്പർട്ടി ബിസിനസ് ആർ ഓൺഡ് ബൈ ദെയർ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവരുടെ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് വലുതാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അത് മാറുമ്പോൾ അത് ശരിക്കും ആ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടീനോട് കാണിക്കുന്ന അനീതിയാവും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കുക. കാരണം അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ മുൻകൂട്ടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യേണ്ടി വരുന്നത്. ടെക്സ്റ്റൊക്കെ വളരെ ലേറ്റായിട്ടാണ് കിട്ടിയത് നിങ്ങൾക്കും അറിയുന്നുണ്ടാവുമല്ലോ. എന്നാലും നിങ്ങളൊന്ന് ക്ലാസ് പരമാവധി പറ്റുന്ന ആളുകൾ കേൾക്കുക. കാരണം 4th ചാപ്റ്റർ മാത്രമല്ലേ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതും മുന്നേ കഴിഞ്ഞതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ആ രീതിയിൽ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ്റെ ഓൺ വേർഡ്സിലെങ്കിലും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെസ്പോൺസിബിലിറ്റീനെ കുറിച്ചും ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ചുമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.